മധുരയിൽ നടക്കുന്ന സിപിഐഎം 24ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സർക്കാർ ആക്രമണങ്ങളിൽ നിന്ന് കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്ന് പ്രമേയം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടാൻ ശ്രമമെന്ന സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ഇത്തരം നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. How the central agencies, how various agencies are being utilized against Chief Minister's office, Chief Minister's family, Chief Minister himself. One. Secondly, if there is anything that they will take the legal recourse and will fight it. No problem. സിപിഐഎം സ്വകാര്യവൽക്കരണത്തിനെതിരല്ലെന്ന് മുഹമ്മദ് സലീം. പക്ഷേ പൊതുമേഖലയെ തകർക്കരുതെന്നും എയർ ഇന്ത്യയെ ടാറ്റയ്ക്ക് കൈമാറിയതുപോലെയുള്ള സ്വകാര്യവൽക്കരണമല്ല ഇടതുപക്ഷം നടത്തുന്നതെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. It's a creative application of the left alternative of to hold back the public sector units as well as its ownership and modernize it and restructure it to make it carry forward. It's not like handing over Air India. It's not like handing over central profit-making PSUs. You can't compare it here. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ, പ്രതികരണങ്ങൾ എങ്ങനെയാണ് സമഗ്ര രൂപം? അസിത, പാർട്ടി കോൺഗ്രസിൽ ഇന്ന് പ്രധാനമായിട്ടും രാഷ്ട്രീയ പ്രമേയത്തിലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പൊതുചർച്ച അവസാനിച്ചത്. അതിനുശേഷം അവതരിപ്പിക്കും. ഇന്ന് 5 പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച 5 പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിച്ച ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് കേരള സർക്കാർ രക്ഷിക്കുക എന്നതാണ്. സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തലത്തിലുള്ള വിവേചനപരമായിട്ടുള്ള ഒരു സമീപനം സംസ്ഥാന നേരിടുന്നുണ്ട്. അത് സാമ്പത്തികമായാൽ പോലും വലിയ നീതി നിഷേധം സംസ്ഥാന സർക്കാരിനോടൊക്കെ തന്നെ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കണം, കേരള സർക്കാരിനെ സംരക്ഷിക്കണം എന്നൊരു പ്രമേയം ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് സലീം, ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള മുഹമ്മദ് സലീം ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊരു കാര്യം മുഹമ്മദ് സലീം ഇന്ന് ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. എന്തായാലും അതിനെതിരെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർന്നു വരണം എന്ന് തന്നെയാണ് ഒരു പ്രമേയം ഇന്ന് പാസ്സാക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റ് 4 പ്രമേയങ്ങൾ കൂടി പാസ്സാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയത്തിനെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. കാരണം നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാടൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം നിലവിൽ മണ്ഡല പുനർനിർണയത്തിലൂടെ ഈ സംസ്ഥാനങ്ങൾക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ എണ്ണം കുറയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മണ്ഡല പുനർനിർണയത്തിലേക്ക് പോകരുത് എന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഈ 3ാമത്തെ പ്രമേയം ഇന്ന് പാസ്സാക്കിയത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സുതാര്യത വേണം എന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ അല്ലെങ്കിൽ വലിയ ആരോപണങ്ങളൊക്കെ തന്നെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കണമെന്നതാണ് 3ാമത്തേതായിട്ടുള്ള പ്രമേയം. ഇതിനു പുറമെ ഈ ഒരു ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്ത് നടപ്പാക്കണമെന്നൊരു പ്രമേയം കൂടി പാസ്സാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 4 പ്രമേയങ്ങളും അതോടൊപ്പം തന്നെ ഈ പാലസ്തീനിലെ ഒരു പാലസ്തീനെതിരായിട്ടുള്ള ആക്രമണം തടയുക എന്നതടക്കമുള്ള വിഷയങ്ങൾ കൂടി ഇന്നത്തെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 5 പ്രമേയങ്ങളാണ് എന്തായാലും ഇന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് എന്തായാലും ഈ മധുരയിലെ വേദിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഹാളിൽ തുടരുകയാണ്. ശരി, വിഷ്ണു തലവൂറാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.